കോമേഴ്സ് ഫാമിലി. നമ്മൾ ഇപ്പം കൊമേഴ്സിലെ എല്ലാ സബ്ജക്റ്റും തമ്മിൽ ഒരു കമ്പാരിസൺ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ് ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയാൻ പറ്റും അല്ലേ? എന്തുകൊണ്ടാ? അപ്പൊ ബിസിനസ് സ്റ്റഡീസിലെ പാറ്റേൺ ഒക്കെ ഏകദേശം എല്ലാ ചാപ്റ്റേഴ്സിന്റെയും ഒരു പാറ്റേൺ എന്ന് പറയുന്നത് സെയിം ആണ്. അതായത് ഇപ്പോൾ ഒരു ടേം പഠിച്ചു കഴിഞ്ഞാൽ ആ ടേമിന്റെ മീനിങ്, ഡെഫിനിഷൻ, ഫീച്ചേഴ്സ്, ഇമ്പോർട്ടൻസ്, അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞ ഒരേ പാറ്റേൺ ആയിരിക്കും ഈ ഒരു ബിസിനസ് സ്റ്റഡീസിൽ ഫോളോ ചെയ്യുന്നത് അല്ലേ? കമ്പാരറ്റീവ്ലി ഈസി ആണെന്ന് മാത്രം പറയാം. അതുപോലെ തന്നെ ഇപ്പോൾ ബിസിനസ് സ്റ്റഡീസിൽ നമ്മളിപ്പം റിലേറ്റഡ് ആയിട്ടുള്ള അതായത് ഒരേപോലെയുള്ള 2 ടോപ്പിക്സ് പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കമ്പാരിസൺ നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ? അതായത് ഇപ്പം ഒരേപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന 2 ടോപ്പിക് പക്ഷെ എന്തുണ്ടായിരിക്കും, അതിൽ ഡിഫറൻസസ് ഉണ്ടായിരിക്കും അല്ലെ? അപ്പം ആ ഡിഫറൻസസ് എന്ന് പറയുന്നത് നമ്മൾ പഠിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇത്രയും എക്സാം എഴുതിയ നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് കമ്പാരിസൺ ടേബിൾ എന്ന് പറയുന്നത് എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ഷുവർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ് അല്ലെ? സോ ഇന്ന് മിസ് വന്നിട്ടുള്ളത് നിങ്ങളുടെ എക്സാമിന് ചോദിക്കാൻ പ്രോബബിലിറ്റി വളരെ കൂടിയിട്ടുള്ള ഒരു കമ്പാരിസൺ ടേബിളുമായിട്ടാണ്. വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്? നമുക്കറിയാം സ്റ്റാഫിംഗ് എന്ന ചാപ്റ്റർ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ആ സ്റ്റാഫിംഗ് എന്ന ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടേംസ് ആണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ ആ ട്രെയിനിങ്ങും ഡെവലപ്മെന്റും തമ്മിലുള്ള ഡിഫറൻസസ് ആണ് ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കമ്പാരിസൺ ടേബിൾ നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് 2 നമ്മൾ എപ്പോഴും ഒരുപോലെ യൂസ് ചെയ്യുന്ന ടേംസ് ആണെങ്കിൽ കൂടി അതിന് രണ്ടും 2 ആസ്പെക്ട്സ് ആണ്, അല്ലെങ്കിൽ 2 രീതിയിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്കിൽസും നോളജും ഇൻക്രീസ് ചെയ്യുന്ന ഒരു ഓർഗനൈസ്ഡ് ആക്ടിവിറ്റി ആണ്. അതായത് നമ്മളിപ്പോൾ ഒരു ബിസിനസ് ഓർഗനൈസേഷനിലേക്ക് ജോലിക്ക് പോയി ആ ഒരു ജോലി നമുക്ക് ചെയ്യണമെങ്കിൽ അല്ലെ, അതിനെന്ത് ആവശ്യമാണ്? സ്കില്ലും നോളജും ആവശ്യമാണ്. അത് ഇൻക്രീസ് ചെയ്യുന്ന ഒരു ഓർഗനൈസ്ഡ് ആക്ടിവിറ്റിയാണ് ട്രെയിനിങ് എന്ന് പറയാൻ പറ്റും. ഡെവലപ്മെന്റ് എന്താണ്? ഒരു ഓവറോൾ ഗ്രോത്ത് ആൻഡ് ലേണിംഗ് ഓഫ് എൻ ഇൻഡിവിജ്വൽ ആണ് ഡെവലപ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ പ്രസന്റ് ജോലി ചെയ്യാനുള്ള കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം ഫ്യൂച്ചർ പൊസിഷനിൽ നമുക്ക് ആ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ കാപ്പബിലിറ്റീസ് കൂടി ഇൻക്രീസ് ചെയ്യുക. നമ്മുടെ ഓവറോൾ ഗ്രോത്തിനെയാണ് ഡെവലപ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒന്ന് പ്രസന്റ് ഓറിയന്റഡ് ആണ്. അതായത് ട്രെയിനിങ് എന്ന് പറയുന്നത് നമ്മുടെ കറന്റ് ജോലി എന്താണോ, ജോബ് എന്താണോ അത് ചെയ്യാൻ, അത് ബെറ്റർ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇംപ്രൂവ് ചെയ്യാണ് ഈ ഒരു ട്രെയിനിങ്ങിലൂടെ ചെയ്യുന്നതെങ്കിൽ, ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ ഓറിയന്റഡ് ആണ്. ഫ്യൂച്ചർ റോൾസ് ആൻഡ് ചാലഞ്ചസ് ചെയ്യാൻ വേണ്ടി നമ്മളെ പ്രിപ്പയർ ചെയ്യാണ് ഡെവലപ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? ഇനി അതുപോലെ തന്നെ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ഒരു ജോലി ബെറ്റർ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എംപ്ലോയിനെ ഇംപ്രൂവ് ചെയ്യിക്കുകയാണ്, എനാബിൾ ചെയ്യിക്കുകയാണെങ്കിൽ, നമ്മുടെ ഡെവലപ്മെന്റിലേക്ക് വരുമ്പോൾ ഒരു ഓവറോൾ ഗ്രോത്ത് ഓഫ് എൻ എംപ്ലോയി ആണ് ഡെവലപ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ട്രെയിനിങ് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ലിമിറ്റഡ് സ്കോപ്പാണ്. അതായത് നാരോ കോൺസെപ്റ്റ് ആണെന്ന് പറയാം. ജോബ് ഓറിയന്റഡ് ആണ്, സ്കിൽ സ്പെസിഫിക് ആണ്. ഒരു ജോലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്കിൽസും നോളജും ഇംപ്രൂവ് ചെയ്യാൻ മാത്രമാണ് ട്രെയിനിങ്ങിൽ ചെയ്യുന്നതെങ്കിൽ, ഈ ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു വൈഡർ കോൺസെപ്റ്റ് ആണ്. ഇവിടെ ഒരാളുടെ, ഒരു ഇൻഡിവിജ്വലിന്റെ എല്ലാ ആസ്പെക്ട്സ് ഓഫ് ഗ്രോത്തും ലക്ഷ്യമിടുന്നുണ്ട്. അതായത് ഒരാളുടെ പേഴ്സണാലിറ്റി, നോളജ്, ഓവറോൾ ഗ്രോത്ത് ആണ് നമ്മുടെ ഡെവലപ്മെന്റിൽ കവർ ചെയ്യുന്നത്. ഇതിൽ എഡ്യൂക്കേഷനും ട്രെയിനിങ്ങും ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആലോചിക്കുക, ഡെവലപ്മെന്റിൽ വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി ട്രെയിനിങ് എന്ന് പറയുന്നത് ജോബ് ഓറിയന്റഡ് പ്രോസസ് ആണെങ്കിൽ, ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് കരിയർ ഓറിയന്റഡ് പ്രോസസ് ആണ്. അപ്പം ഒരു ജോലി ചെയ്യുമ്പോൾ ആ ജോലി ഇംപ്രൂവ് ചെയ്യിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാം, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസ്ഡ് ആക്ടിവിറ്റിയാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ജോബ് ഓറിയന്റഡ് ആണ്. ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ കരിയർ ഗ്രോത്ത് ഉണ്ടാവണം. ഒരു മനുഷ്യന്റെ ഓവറോൾ ഗ്രോത്ത് ആണ് ഡെവലപ്മെന്റ് ലക്ഷ്യമിടുന്നത്. ഫ്യൂച്ചറിൽ നമ്മുടെ ഓരോ ജോബ് പൊസിഷൻസും, നമ്മുടെ ഫ്യൂച്ചർ ചാലഞ്ചസും റോൾസും ഒക്കെ നമുക്ക് ഡീൽ ചെയ്യാനുള്ള കാപ്പബിലിറ്റീസ് ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഡെവലപ്മെന്റ് ഫോക്കസ് ചെയ്യുന്നത്. ഇനി ട്രെയിനിങ്ങിൽ നമ്മുടെ എഫിഷ്യൻസിയും പ്രൊഡക്ടിവിറ്റിയും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡെവലപ്മെന്റ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ടു ഡെവലപ്പ് ഫ്യൂച്ചർ മാനേജേഴ്സ് ആൻഡ് ലീഡേഴ്സ്. ഓക്കെ, അപ്പോൾ ഡെവലപ്മെന്റ് ട്രെയിനിങ്ങിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരു വൈഡർ കോൺസെപ്റ്റ് ആണ്. ഒരു ഓവറോൾ ഗ്രോത്ത് ഓഫ് എൻ ഇൻഡിവിജ്വൽ ആണ് ഡെവലപ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിൽ നമ്മുടെ ഈ ഒരു സ്റ്റാഫിംഗ് എന്ന ചാപ്റ്ററിൽ ഒരുപാട് കമ്പാരിസൺസ് വരുന്നുണ്ട്. ആ കമ്പാരിസൺസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. നമ്മൾ വീഡിയോസ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഇതുപോലുള്ള എല്ലാ വീഡിയോസും നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചാനൽ ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ ആയിട്ട് കാണാം.
ബൈ.